So, who is the bitch? I am the bitch and it's me, your Samuel Jacobson. ഇന്നത്തെ ജെൻസി സമൂഹം ഇല്ലെങ്കിൽ ജെൻസി സൊസൈറ്റി ഏറ്റവും വലിയ നേരിടുന്ന ഒരു കാര്യമാണ് റൊട്ടിങ് എന്ന് വെച്ചാൽ വെറുതെ ഒരു അന്തം കുന്തും ഇല്ലാതെ സമയം പായാക്കുന്നത്. അതുപോലെ ഈ സോഷ്യൽ മീഡിയയിലുള്ള ഈ ഒരു അമിതമായിട്ടുള്ള ഉപയോഗം, ലൈക്ക് ഒരു ലിമിറ്റ് കഴിഞ്ഞുള്ള ഉപയോഗം. അപ്പോൾ ഏതൊരു സോഷ്യൽ മീഡിയ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണെങ്കിൽ ഈവൻ ഇറ്റ്സ് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, റെഡിറ്റ് ഓർ എക്സെട്ര അങ്ങനത്തെ ആപ്പിൽ അധികമായിട്ടുള്ള സോഷ്യൽ മീഡിയ ഉപയോഗം കൊണ്ട് എല്ലാവർക്കും ഇപ്പോൾ പെട്ടെന്നുള്ള വിജയങ്ങളുടെ ബാക്കിലാണ് എല്ലാവരും പോണത്. ഒരു സക്സസ് എന്ന് പറയുമ്പോൾ അതിന് ടൈം എടുത്തിട്ട് അത് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഒരു താജ്മഹൽ ഉണ്ടാക്കാനാണെങ്കിൽ പിരമിഡ് ഉണ്ടാക്കാൻ ആ ടൈം എടുത്തിട്ടുണ്ടായ, അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഒന്നല്ലല്ലോ താജ്മഹലും പിരമിഡൊക്കെ ഉണ്ടായ. സോ അത് വിജയിക്കാൻ സക്സസിന് സമയമെടുക്കും. പക്ഷെ ഇപ്പോൾ ഉള്ള ഈ ഒരു ജെൻസി ആയിട്ടുള്ള ആളുകൾക്ക് പെട്ടെന്നുള്ള സക്സസിന് വേണ്ടി പിന്നാലെ പോകുന്ന സമയത്ത് അവർ ആ പെട്ടെന്നുള്ള സക്സസ് കിട്ടാതെ അവരെന്തെങ്കിലും പരാജയപ്പെടും, എന്ന് വെച്ചാൽ തോക്കും. അവർ തോക്കുന്നത് കൊണ്ട് കുറെ ഈ ഒരു ജെൻസി ആയിട്ടുള്ള ആളുകൾ ഇപ്പോൾ ഡിപ്രഷനിൽ പോകുന്നുണ്ട്. ഇപ്പോൾ പുതിയൊരു സയന്റിഫിക് സ്റ്റഡി അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഈ നമ്മുടെ സൊസൈറ്റിയിലുള്ള 60% ജെൻസി ആയിട്ടുള്ള ആളുകൾ ഇപ്പോൾ ഡിപ്രഷനിൽ കടന്നു പോയ ഒരു വ്യക്തികളാണെന്ന് സയന്റിഫിക് സ്റ്റഡി തെളിയിച്ചിരിക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു ടൈപ്പ് ഓഫ് മൈൻഡ് സെറ്റിന് മാറി ചിന്തിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ ശീലങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ നമ്മുടെ ഹാബിറ്റ്സിനെ മാറ്റുകയോ അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റി തന്നെ 1% ആളുകളിൽ തന്നെ പെടും. പക്ഷെ ആ ഒരു 1% ആളുകളിൽ എത്താൻ ആദ്യം എന്താ വേണ്ടിയത്? ചിന്താഗതി എന്ന് വെച്ചാൽ മൈൻഡ് സെറ്റ്. നമ്മുടെ മൈൻഡ് സെറ്റാണ് നമ്മുടെ ജീവിതം തന്നെ നിർണ്ണയിക്കുന്നത്. നമ്മുടെ മൈൻഡ് സെറ്റിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ഫ്യൂച്ചർ എന്നത്. നമ്മുടെ ഫ്യൂച്ചർ ഡിപ്പെൻഡ് ചെയ്യുന്നതിന് നമ്മുടെ ആക്ഷൻ നമ്മുടെ മൈൻഡ് സെറ്റിൽ തന്നെ ആയിരിക്കും. പക്ഷേ നമ്മൾ ഒരു ആക്ഷൻ എടുക്കണമെങ്കിൽ നമുക്ക് നല്ല മൈൻഡ് സെറ്റ് വേണം. കാരണം നല്ല മൈൻഡ് സെറ്റ് ഉള്ള ആളുകൾക്ക് മാത്രമേ നല്ല രീതിയിലുള്ള ഒരു ആക്ഷൻ എടുക്കാൻ കഴിയൂ. അല്ലാത്ത ആളുകൾ എപ്പോഴും കുറെ മിസ്റ്റേക്സ് എല്ലാവർക്കും പറ്റും. ബട്ട് ഒരു മിസ്റ്റേക്ക് മനസ്സിലാക്കിക്കൊണ്ട് പിന്നെ അത് മിസ്റ്റേക്ക് ചെയ്യുന്നത് അത് തെറ്റാണ്. അതുപോലെ ഒരാൾക്ക് മൈൻഡ് സെറ്റ് മാത്രമല്ല, എങ്ങനെ മറ്റുള്ളവരെ പറ്റി ആ ഒരു പേടി മാറ്റും. ലൈക്ക് മറ്റുള്ളവർ എന്ത് വിചാരിക്കും, മറ്റുള്ളവർ എന്നെ പറ്റി ഇങ്ങനെ കേൾക്കും, മറ്റുള്ളവർ അങ്ങനെ ചിന്തിക്കും, മറ്റുള്ളവർ ഇങ്ങനെ ചിന്തിക്കും, അവളിങ്ങനെ ചിന്തിക്കും, അവനിങ്ങനെ ചിന്തിക്കും, അവൾക്ക് വേണ്ടി ഇങ്ങനെ ജീവിക്കും. അവർക്ക് ആ ഒരു ടൈപ്പ് ഓഫ് മൈൻഡ് സെറ്റ് അല്ല ഞാൻ പറഞ്ഞത്. സക്സസ്ഫുൾ ആയിട്ടുള്ള മൈൻഡ് സെറ്റ് എങ്ങനെയാണ് ഈ ഒരു നിലനിർത്തിക്കൂടെ, എങ്ങനെ നമുക്ക് വിജയം കൈവരിക്കാം. അപ്പോൾ നമുക്ക് എന്നാൽ ഈ ഓരോ ടോപ്പിക്കിലും കിടക്കാം. ഞാൻ ഈ പറയാൻ പറഞ്ഞ ഓരോ ടോപ്പിക്കും ഈ ജെൻസി ആയിട്ടുള്ള ആളുകൾ നേരിടുന്ന പ്രശ്നങ്ങളെ പറ്റിയുള്ള ടോപ്പിക്കായി. സോ ലെറ്റ്സ് ഡിഗ് ഇൻടു ദ വീഡിയോ. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഫസ്റ്റ് ടോപ്പിക് എന്നത് 10 things that rotting Gen Z society and their habits. നമ്മൾ ജെൻസി സമൂഹത്തിനെ പരാജയപ്പെടുത്തുന്ന 10 ശീലങ്ങളും അത് എങ്ങനെയാണ് അവരെ എഫക്ട് ചെയ്യുന്ന കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ നമ്പർ 1 is doom scrolling. സോ ഈ ഡൂം സ്ക്രോളിംഗ് എന്താണ്? ഈ ഡൂം സ്ക്രോളിംഗ് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ട്. ഈ ഡൂം സ്ക്രോളിംഗ് എന്ന് വെച്ചാൽ തികച്ചും പറഞ്ഞു കഴിഞ്ഞാൽ നേരവും കാലവും ഇല്ലാതെ വെറുതെ ഇങ്ങനെ ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കുന്നത്. ഐ മീൻ റീൽസ്, ടിക്ടോക്സ്, യൂട്യൂബ് ഷോർട്സ്. അതിങ്ങനെ ഒരു കാലവും നേരവും ഇല്ല, വെറുതെ ഇങ്ങനെ രാവിലെ ഇല്ല, പകലില്ല, രാത്രി ഇല്ല, ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുന്ന ഇതാണ് ഡൂം സ്ക്രോളിംഗ് പറയാം. സോ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡോപ്പമൈൻ ലെവലാണ്. നമ്മുടെ ഡോപ്പമൈൻ ആണ് നമുക്ക് സന്തോഷം. എന്നാൽ ഡോപ്പമൈൻ എന്നത് നമ്മുടെ സന്തോഷം പെടുന്ന ഒരു ഹോർമോൺ ആണ്. സോ ആ ഹോർമോൺ ലെവൽ തെറ്റും. കാരണം നിങ്ങൾക്ക് ഓരോ റീൽസ് കാണുന്ന സമയത്ത് ഓരോ ഡോപ്പമൈൻ ലെവൽ കൂടിയും കുറേ ഇതെന്നത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ലെവലിൽ പോകുന്നില്ല. സോ പോകുന്ന സമയത്ത് എന്ത് ചെയ്യും? നിങ്ങൾക്ക് അലസത മീൻസ് ലേസിനെസ്. കാരണം നിങ്ങൾക്ക് എല്ലാ കാര്യത്തിനും ഒരു മടുപ്പ് തോന്നുന്നു. എപ്പോഴും ഇങ്ങനെ ഫോണും ഷോർട്സും ഇങ്ങനെ റീൽസും ഇങ്ങനെ അത് കണ്ടിരിക്കാൻ മാത്രം. കാരണം നിങ്ങൾക്ക് ലൈക്ക് ആക്റ്റീവ് ആവണം, അല്ലെങ്കിൽ കൺസിസ്റ്റൻസി. കാരണം നിങ്ങൾ ഇങ്ങനെ ഡൂം സ്ക്രോളിങ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഉള്ളിലുണ്ടാകുന്ന ഒരു കൺസിസ്റ്റൻസി എന്ത് ചെയ്യും? അങ്ങ് നഷ്ടപ്പെടും. കാരണം നിങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ മടിയാവണം അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ചിന്ത. അതാണ് ഫസ്റ്റ് എന്നത് ഡൂം സ്ക്രോളിങ്. ഏത് നേരം ഞാൻ പറയുന്നില്ലേ നിങ്ങൾ ഡൂം സ്ക്രോളിങ് ചെയ്യരുത്, പക്ഷെ ലിമിറ്റ് വെക്കാം. കാരണം ലിമിറ്റ് വെക്കാതെ ഇങ്ങനെ രാത്രി ചില ആൾക്കാർ 3 മണി വരെ ഇങ്ങനെ ഡൂം സ്ക്രോളിങ് ചെയ്ത് പോകും. അത് അവരുടെ ഉള്ളിൽ എന്ത് ചെയ്യും? ഇങ്ങനെ അലസത ഉണ്ടാക്കും. ഇങ്ങനത്തെ അലസത ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർക്ക് അവരെ വർക്കിലായാലും ഫോക്കസ് ചെയ്യാൻ പറ്റൂല, അവരെ സ്റ്റഡീസിൽ ഫോക്കസ് ചെയ്യാൻ പറ്റൂല, അതുപോലെ അവരെ ബാക്കി പല എക്സ്ട്രാ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പോലും ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. കാരണം തികച്ചും പറഞ്ഞാൽ നമ്മളെ ഒരു ഫോക്കസ് ചെയ്യുന്ന നമ്മുടെ ഫോക്കസ് വിട്ടുപോകും, കൺസിസ്റ്റൻസി വിട്ടുപോകും, ഡിസിപ്ലിൻ പോലും വിട്ടോ ഈ ഒരു ഡൂം സ്ക്രോളിംഗ് കൊണ്ട്. രണ്ടാമത്തേതാണ് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ. സോ എന്താണ് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ? തികഞ്ഞ് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ തരാം. നിങ്ങളിപ്പോൾ ഒരു ഷോപ്പിൽ വർക്ക് ചെയ്യാണ്. സോ ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യണോ? പെട്ടെന്ന് ക്യാഷ് കിട്ടണം. പക്ഷേ ആ ഷോപ്പ് ഓണർ പറഞ്ഞ് നിങ്ങൾ ഒരാഴ്ച അവിടെ ജോലി ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പൈസ തരുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പൈസ കിട്ടണം. എന്നുവെച്ചാൽ ഇതാണ് പറയുന്നത്. കാരണം എന്നുവെച്ചാൽ ഒരാഴ്ച കഴിഞ്ഞാൽ കിട്ടുള്ളൂ, പക്ഷെ പെട്ടെന്ന് പൈസ എന്നുവെച്ചാൽ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടണം, പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാവണം. എന്ത് കാര്യത്തിൽ പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാവും? ഒരു കാര്യം പറയാം.
ഒരു എല്ലാ കാര്യത്തിലും നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നൊന്നുമില്ല. അപ്പൊ എന്ത് കാര്യമായാലും കുറച്ച് ടൈം എടുക്കും. ഇപ്പോൾ ചിലവർക്കാണ് കുറെ ടൈം എടുത്തിട്ടൊക്കെ ആയിരിക്കും റിസൾട്ട് വരാം. അപ്പൊ എന്ത് കാര്യം, ഇപ്പോൾ ബ്യൂട്ടി ആയാലും ബോഡി ആയാലും വർക്ക് ആയാലും സ്റ്റഡീസ് ആയാലും അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് ആയാലും നമ്മുടെ ഗോൾ ആയാലും അതിനൊക്കെ ടൈം എടുക്കും. പക്ഷെ ഇപ്പോൾ ഉള്ള ഒരു ജെൻസി ആയിട്ടുള്ള സൊസൈറ്റിക്ക് സയന്റിഫിക് സ്റ്റഡി അനുസരിച്ചിട്ട് ഇപ്പോൾ എല്ലാവർക്കും ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഗ്രാറ്റിഫിക്കേഷന് വേണ്ടി പെട്ടെന്ന് കിട്ടുന്ന പെട്ടെന്ന് നേടിയെടുക്കുന്ന ഗോൾസ് ആണ് എല്ലാവരും നോക്കുന്നത്. അല്ലാതെ ലൈക്ക് കഷ്ടപ്പെട്ട് സമയം എടുത്തുന്ന ഗോൾ, ഇത് ആക്ച്വലി നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാം. കാരണം നമുക്കൊരു നല്ലൊരു ലൈഫ്, നല്ലൊരു സ്റ്റിൽ ആയിട്ടൊരു ലൈഫ് കിട്ടുകയാണെങ്കിൽ അതിന് സമയം എടുക്കും. സമയം എടുത്താൽ മാത്രമല്ല ചെയ്യാൻ കഴിയുള്ളൂ. പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടല്ലല്ലോ ഈ താജ്മഹൽ, അതുപോലെ ഈ താജ്മഹൽ, പിരമിഡ്, ബുർജ് ഖലീഫ ഒക്കെ ഉണ്ടാക്കിയത്. സമയം എടുത്തിട്ടല്ലേ ഉണ്ടാക്കിയത്. പെട്ടെന്ന് ഒരാൾക്ക് ഒന്നും തീർക്കാൻ കഴിയില്ല. പക്ഷെ ഇപ്പോഴുള്ള ഈ ഒരു ജെൻസി സൊസൈറ്റിയിൽ, ജെൻസി ജനറേഷന് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നടക്കണം. ഇപ്പോൾ ഒരു കാര്യം, ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു എക്സാം വരാണെങ്കിൽ 1 മണിക്കൂർ മുമ്പ് പഠിച്ചാൽ ആ പഠിച്ച എല്ലാ കാര്യം തലയിൽ നിൽക്കണം, അങ്ങനത്തെ ഒരു ചിന്ത. എന്ന് വെച്ചാൽ ആദ്യം ഒരു കാര്യം പറയാം, നമ്മൾ 1 മണിക്കൂർ പഠിച്ച് വിചാരിച്ചാൽ എല്ലാം തലയിൽ നിൽക്കില്ല. നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പഠിച്ചാൽ മാത്രമല്ല തലയിൽ വരാം. അപ്പോൾ അതിനൊരു സമയം എടുക്കും. പക്ഷെ സമയം പറ്റൂല. 15 മിനിറ്റ് അതൊക്കെ പഠിച്ചെടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം ഓൾറെഡി അതൊക്കെ മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണെങ്കിൽ പറ്റും. പക്ഷെ പുതുതായിട്ട് ആ ഒരു ടോപ്പിക്ക് പഠിക്കുന്ന വ്യക്തിക്ക് ഒരു 15 മിനിറ്റ് കാണാതെ പഠിക്കാൻ പറ്റുമോ? ഇല്ല. അതാണ് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടാവും, പെട്ടെന്ന് തന്നെ റിസൾട്ട് ഉണ്ടാവും. അത് എന്നത് നെഗറ്റീവ് ആണ്. പിന്നീടാണ് ഇതാണ് സെക്കൻഡ് എന്നത് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ. സോ മൂന്നാമത്തെ കാര്യമാണ് ലാക്ക് ഓഫ് റിയൽ കണക്ഷൻ. ലൈക്ക് റിയൽ ആയിട്ടുള്ള കണക്ഷൻ ഇല്ല. ഇപ്പൊ തികച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി അയാൾക്ക് നേരിട്ട് സംസാരിക്കാൻ ഇഷ്ടമില്ല. അയാൾക്ക് ഈ സോഷ്യൽ മീഡിയ കൂടെ ആണ് ഇങ്ങനെ എപ്പോഴും സംസാരിക്കാൻ താല്പര്യം. കാരണം അതാണ് അയാൾക്ക് ഒരു കോൺഫിഡൻസ് നൽകുക. നേരിട്ട് അയാൾക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. അതിപ്പോൾ അയാളെ എത്ര ക്ലോസ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ പോലും അയാൾക്ക് നേരിട്ട് അല്ലാതെ അയാൾക്ക് ഇങ്ങനെ സോഷ്യൽ മീഡിയ കൂടെ മാത്രമേ നല്ല കാഷ്വൽ ആയിട്ട് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കാൻ പറ്റൂ. അല്ലാത്തതിൽ അയാൾക്ക് ലൈക്ക് അത്ര ഫ്രണ്ട്ലി ആയിട്ടോ കാഷ്വൽ ആയിട്ട് സംസാരിക്കാൻ കഴിയൂല. ദിസ് ഇസ് എ ലാക്ക് ഓഫ് റിയൽ കണക്ഷൻ. ലൈക്ക് റിയൽ ആയിട്ടുള്ള ഒരു കണക്ഷൻ അവർ തമ്മിൽ ബിൽഡ് ചെയ്യുന്നില്ല. ഈ ഓരോ ഓൺലൈൻ ആയിട്ടുള്ള കണക്ഷൻ മാത്രമേ ബിൽഡ് ചെയ്യുന്നുള്ളൂ. കാരണം ഒരു റിയൽ ആയിട്ട് നമ്മൾ നേരിട്ട് ഒരാൾ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ മാനസികാവസ്ഥ, നമ്മുടെ ബ്രെയിൻ ഉണ്ടാകും, കുറേ മാറ്റങ്ങൾ ഉണ്ടാകും, ലൈക്ക് കുറേ അറിവ്. പക്ഷെ അതിപ്പോൾ ഓൺലൈനിൽ സംസാരിച്ചാൽ കിട്ടില്ല എന്ന് ഞാൻ പറയില്ല. പക്ഷേ അതിനൊരു ലിമിറ്റ് ഉണ്ടാവും. പക്ഷെ നമ്മൾ നേരിട്ട് സംസാരിക്കുന്ന സമയത്താണ് നമുക്ക് കൂടുതൽ ഒരാളെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എത്ര ഓൺലൈനിൽ സംസാരിച്ചാൽ, അപ്പോൾ കുറേ ആൾക്കാർ പറയും ഓൺലൈൻ റിലേഷൻഷിപ്പ് ഒക്കെ. ഒരു കാര്യം പറയട്ടെ, ഒരു ഓൺലൈൻ റിലേഷൻഷിപ്പിന് പോലെ തന്നെയാണ് ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് വന്നത്. അല്ല, ദാറ്റ്സ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ദാറ്റ്. കാരണം നമ്മൾ നേരിട്ട് ഒരാളെ കാണുമ്പോൾ, അയാളെ കൈ പിടിക്കുമ്പോൾ, അയാളെ തൊടുമ്പോൾ, അയാളെ നമ്മൾ ഡയറക്റ്റ് ഐ കോൺടാക്ട് വെക്കുന്ന സമയത്ത് അവിടെ നമുക്ക് ഉള്ളിലുണ്ടാവുന്ന ഒരു ടൈപ്പ് ഓഫ് ലൈക്ക് ഫീലിങ്സ്, അതൊക്കെ ഒരിക്കലും നമുക്ക് ഓൺലൈനിൽ ഒരാൾക്ക് സംസാരിച്ച് കിട്ടില്ല. ബട്ട് ഇപ്പം നിങ്ങൾ അത്രയ്ക്കും ക്ലോസ് ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങൾ ഓൺലൈനിൽ സംസാരിച്ചാൽ ഓഫ്ലൈനിൽ സംസാരിക്കാത്തൊരു ഫീൽ കിട്ടൂല. സോ തേർഡ് എന്നത് ലാക്ക് ഓഫ് റിയൽ കണക്ഷൻ. നാലാമത്തെ എന്നത് നിങ്ങൾക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നത് പ്യുവർ സ്ലീപ്പ്. ലൈക്ക് പ്യുവർ സ്ലീപ്പ്, തെറ്റായ ഒരുക്ക രീതി. നമ്മൾ ഒരു മനുഷ്യന് മാക്സിമം ഒരു 7 മണിക്കൂറെങ്കിലും ഉറങ്ങണം. ആക്ച്വലി ഒരു കാര്യം പറയട്ടെ, ഞാൻ 7 മണിക്കൂറൊന്നും ഉറങ്ങാറില്ല. ഞാൻ മാക്സിമം ഒരു 6 or 5 അത്ര മണിക്കൂർ ഞാൻ ഉറങ്ങാറുള്ളൂ. ബട്ട് എനിക്ക് തികച്ച ഒരു പ്രോബ്ലം ഒന്നുമില്ല. ബിക്കോസ് ഞാനൊരു സോഷ്യൽ മീഡിയ ഡിറ്റോക്സിങ് എടുത്ത വ്യക്തിയാണ്. ഞാൻ വിചാരിച്ച സോഷ്യൽ മീഡിയ ഡിറ്റോക്സിങ് എടുത്തതിൻ്റെ ഉറക്കം കുറച്ചും കൂടി ലെങ്ത് ആവുന്നില്ല. ഞാൻ അത്രയും ടയർഡ് ആണെങ്കിൽ മാത്രമേ ഞാൻ 8-9 മണിക്കൂർ മാത്രമേ ഉറങ്ങുള്ളൂ. സോ എല്ലാത്തപ്പോൾ ഞാൻ ഒരു 6 or 5 hours മാത്രമേ ഉറങ്ങുക. ബട്ട് ചില ആൾക്കാരുണ്ട് ഈ റീൽസ്, ഷോർട്സ്, അതുപോലെ ടിക്ടോക്ക് ഇന്ത്യയിൽ അവൈലബിൾ അല്ല. ബട്ട് സ്റ്റിൽ ലൈക്ക് ഇന്ത്യയുടെ പുറത്തുള്ള ആൾക്കാർക്ക് എന്തായാലും ടിക്ടോക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. സോ അവരെന്ത് ചെയ്യും, ഈ രാത്രി വരെ എന്ത് ചെയ്യും, റീൽസും തോണ്ടി ഇങ്ങനെ ഇരിക്കും. രാത്രി വരെ ചില ആൾക്കാർ 3 മണി വരെ ഇങ്ങനെ റീൽസും തോണ്ടിയിരിക്കുന്ന ഒരു ഉറക്കം വന്ന് അവർ ഉറങ്ങും. ഇതാണ് ലാക്ക് ഓഫ് ഫീൽ. എന്നിട്ട് ലാക്ക് ഓഫ് സ്ലീപ്പ്. ലൈക്ക് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉറക്കം കിട്ടില്ല. അങ്ങനെയുള്ള ആൾക്കാർ എന്ത് ചെയ്യും, രാവിലെ ആവുന്ന സമയത്ത് അവർക്ക് ഇങ്ങനെ ഉറക്കം ഇങ്ങനെ തോന്നും, ഇതുപോലെ ഉറക്കം തോന്നും. കാരണം അവർക്ക് നല്ലൊരു സ്ലീപ്പ് കിട്ടാത്തതുകൊണ്ടാണ്. ലൈക്ക് അവർ അത്രയ്ക്ക് ടയേർഡ് ആണെങ്കിൽ മാത്രം നമ്മൾ ഒരു വ്യക്തി നമ്മൾ എത്രയ്ക്ക് ടയേർഡ് ആണെങ്കിൽ മാത്രം നമ്മൾ രാവിലെ കിടന്നുറങ്ങുള്ളൂ. പക്ഷെ നമ്മൾ നോർമലായിട്ട് രാവിലെ ഇല്ല, രാത്രി ഇല്ല, അങ്ങ് കിടന്നുറങ്ങുകയാണെങ്കിൽ നമുക്ക് ലാക്ക് ഓഫ് സ്ലീപ്പ് ഉണ്ട്. അത് ഈ ഒരു സോഷ്യൽ മീഡിയ ആയിട്ട് ഇപ്പോൾ ജെൻസി അത് നേരിടുന്ന കാര്യമാണ്. ജെൻസി ആയിട്ടുള്ള ആളുകൾ ഇപ്പോൾ ഇങ്ങനെ ലേറ്റ് നൈറ്റിൽ ഇങ്ങനെ കുറേ മെസ്സേജ് അയക്കുക. അതുപോലെ ഞാൻ നിങ്ങളോട് രാത്രി ഫോൺ നോക്കരുത് എന്നല്ല പറഞ്ഞത്. ബട്ട് സ്റ്റിൽ ഒരു 6 മണിക്കൂറെങ്കിലും മിനിമം ഒന്ന് ഉറങ്ങാൻ നോക്കാം. കാരണം നമ്മൾ മനുഷ്യരല്ലടോ. ഒരു 6 മണിക്കൂറെങ്കിൽ നമ്മൾ ഉറങ്ങണ്ടേ. ഒരിക്കലും 2-3 മണിക്കൂർ ആക്കരുത്. ഒരു 6 മണിക്കൂറെങ്കിൽ നമ്മൾ ഉറങ്ങാൻ നോക്കാം. കാരണം നമ്മൾ ഉറങ്ങിയില്ലെങ്കിൽ നമുക്ക് ഈ മറവിക്കുറവ് വരും. അത് എസ്പെഷ്യലി നിങ്ങൾക്ക് സ്റ്റുഡൻസ് ആണെങ്കിൽ നല്ല പ്രോബ്ലം ആവും. കാരണം നമ്മൾ ഉറങ്ങിയാൽ മാത്രമേ നമ്മുടെ ഈ മെമ്മറീസ് ഒക്കെ നമ്മൾ തലയിൽ നിൽക്കുള്ളൂ. സോ പിന്നെ അഞ്ചാമത്തെ എന്നത് അനാലിസിസ് പാരാലിസിസ്. സോ ഇന്ന് കേൾക്കുമ്പോൾ വിചാരിക്കും ഇതെന്തോന്ന് അനാലിസിസ് പാരാലിസിസ് എന്താണെന്ന് വെച്ചാൽ
നിങ്ങളിപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയാം, നിങ്ങൾ നാളെ ഒരു സ്ഥലത്ത് ഷോപ്പിങ്ങിന് പോകുന്നുണ്ട്. സോ നിങ്ങൾ ഷോപ്പിങ്ങിന് വാങ്ങാനുള്ള എന്തൊക്കെ ഷോപ്പിങ്ങിന് പോയി വാങ്ങണം, ഷോപ്പിങ്ങിന് പോകാൻ എന്ത് ഡ്രസ്സ് ഇടണം, എന്ത് ടൈപ്പ് ഓഫ് മേക്കപ്പ് ചെയ്യണം, എന്ത് ടൈപ്പ് ഓഫ് മുടി വാരണം, ഏത് ഡ്രസ്സ് ഇടണം, ഇന്ന ഡ്രസ്സ് ഇട്ട് എന്ത് സംഭവിക്കോ, ഈ ഡ്രസ്സ് ഇടുക, അത് വേണ്ട, ഇന്നത് ചെയ്യുക, അങ്ങനെ നിങ്ങൾ ചിന്തിച്ചു. അത് നാളെ ആയി കഴിഞ്ഞാലോ വേണ്ട, പോണില്ല, ഞാൻ ചെയ്യണില്ല. ഇതാണ് അനാലിസിസ് പാരലൈസ്. നിങ്ങൾ ഒരു കാര്യം കൂടുതൽ പ്ലാൻ ചെയ്യും. ഇപ്പം നിങ്ങൾക്ക് ഒരു പ്ലാൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കുറേ പ്ലാൻ ചെയ്യും, പക്ഷെ ആ കാര്യം നിങ്ങൾ ചെയ്യോ ഇല്ല. നിങ്ങൾ കുറേ പ്ലാൻ ചെയ്യും. അപ്പം നിങ്ങളിപ്പോൾ ഫ്യൂച്ചർ ഗോൾസ് ആയിരിക്കും, മേ ബി ചിലപ്പോൾ റിലേഷൻഷിപ്പ് ഗോൾസ് ആയിരിക്കും, ചിലപ്പോൾ അക്കാഡമിക് ഗോൾസ് ആയിരിക്കാം, ചിലപ്പോൾ വർക്ക് ഗോൾസ് ആയിരിക്കാം. അങ്ങനെ കുറേ ഒരു കാര്യം നിങ്ങൾ ഇങ്ങനെ കുറേ ഇങ്ങനെ ഭൂമിയോളം വലുത് ഇങ്ങനെ പ്ലാൻ ചെയ്യും, പക്ഷെ പ്ലാൻ ചെയ്ത കാര്യം നിങ്ങൾ ചെയ്യോ ഇല്ല, ചെയ്യൂല. നിങ്ങൾ ഇങ്ങനെ പ്ലാൻ മാത്രമേ ചെയ്യുള്ളൂ, ആ ഒരു ആക്ഷൻ നിങ്ങൾ എടുക്കൂല. അതാണ് അനാലിസിസ് പാരലൈസ്. നിങ്ങൾ അനലൈസിസ് ചെയ്യും, പക്ഷെ ഒരിക്കലും അത് ആക്ഷനുകൾ എടുക്കുക അത് ചെയ്യൊന്നുമില്ല, വെറുതെ ഇങ്ങനെ വേണ്ട അങ്ങനെ രീതിയിരിക്കാം. ഇനിയാണ് ആറാമത്തെ എന്നത്, ഇത് ഇനി പറയാൻ പോണത് നിങ്ങൾക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യും, ഈവൻ എനിക്ക് പോലും. എന്ന് വെച്ചാൽ കമ്പാരിസൺ ട്രാപ്പ്. ലൈക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങൾ കമ്പാരിസൺ ചെയ്യുക. ഫോർ എക്സാമ്പിൾ ആയിട്ട് സോഷ്യൽ മീഡിയ, നിങ്ങൾ എന്ത് ചെയ്യും, നല്ല എസ്തെറ്റിക് ആയിട്ടുള്ള ഒരു ആളെ കണ്ട്, അയാൾ കാണാൻ അടിപൊളി, എല്ലാ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സിലും പെടും അടിപൊളി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ആളായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യും. ഇപ്പം നിങ്ങൾ വേറെ ഒരു കാര്യം പറയാം, ഇപ്പം നിങ്ങളിപ്പോൾ ഒരു നല്ലൊരു ലൈക്ക് വീട് കണ്ട്, നല്ല എസ്തെറ്റിക് ആയിട്ടുള്ള വീട്, അത് എസ്തെറ്റിക് ആയിട്ട് വീട് കാണുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളെ വീടായിട്ട് കമ്പയർ ചെയ്യും. ലൈക്ക് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന മൊത്തം കാര്യങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളായിട്ട് കമ്പയർ ചെയ്യും. ഇവർക്ക് അതുണ്ട് എനിക്കതില്ലോ, അവൾക്ക് അതുണ്ട് എനിക്കതില്ല, അവനക്ക് അതുണ്ട് എനിക്കതില്ല, എല്ലാവർക്കും അതുണ്ട് എനിക്ക് മാത്രം എന്തല്ലാത്ത, ഞാൻ മാത്രം എന്താ ഇങ്ങനെ, ബാക്കി എല്ലാവരും വീട് ഇത്ര എസ്തെറ്റിക് ആണ്. ഒരു കാര്യം പറയാം, എസ്തെറ്റിക്കായി ജീവിക്കുന്നതിന് ഒരു കുഴപ്പമില്ല, അത് ജീവിക്കുന്നത് അത് ഡോക്യുമെന്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന ഒരു കുഴപ്പമില്ല. പക്ഷേ ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത് ഈ സോഷ്യൽ മീഡിയ കാണുന്ന എസ്തെറ്റിക് ആയിട്ടുള്ള ആളുകൾ എല്ലാ സമയത്തും എസ്തെറ്റിക് ആയിട്ട് തന്നെ ആയിരിക്കും ജീവിക്കാമെന്ന്. ചിലർ അവർ കോണ്ടന്റിന് വേണ്ടി മാത്രം വാങ്ങുന്ന സംഭവങ്ങളായിരിക്കാം. ഒരു കാര്യം, ഒരു നോർമൽ വ്യക്തിക്ക് ഇങ്ങനെ നല്ല രീതിയിൽ എസ്തെറ്റിക്, ഈവൻ എനിക്ക് പോലും നല്ല, ഇപ്പം എൻ്റെ ഒരു റൂം തന്നെ കണ്ടില്ലേ, വലിയ എസ്തെറ്റിക് ഒന്നുമില്ല. അതിന് എസ്തെറ്റിക് ആയിട്ട് എല്ലാവർക്കും ജീവിക്കാൻ പറ്റൂല. ലൈക്ക് എപ്പോഴും നമ്മളായിട്ട് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കമ്പാരിസൺ ചെയ്യും. ഇപ്പോൾ ഫാഷൻ സെൻസ് ആണെങ്കിലും ബ്യൂട്ടി ആണെങ്കിലും എവരിവൺ ഈസ് ഡിഫറെന്റ് ബൈ ദർ ഓൺ വേ. എല്ലാവരും മറ്റുള്ളവരിപ്പോൾ ആവണമെന്നില്ല. എന്ന് വെച്ചാൽ ഞാൻ പറയും നിങ്ങൾ എസ്തെറ്റിക് ആവാതെ നിങ്ങൾക്ക് തോന്നുമ്പോൾ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് എസ്തെറ്റിക് ആവണമെങ്കിൽ എസ്തെറ്റിക് ആവാം, പക്ഷെ ഡോണ്ട് കമ്പയർ യുവർ സെൽഫ് ബൈ അതേഴ്സ്. സോഷ്യൽ മീഡിയ കാണുന്ന എല്ലാം സത്യമാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഒരു കാര്യം പറയാം, ഈ സോഷ്യൽ മീഡിയ എന്നത് 50% ജെനുവിൻ, 50% ഫേക്ക് ആണ്. സോ നിങ്ങൾക്ക് ആ ഫേക്ക് ചെയ്ത ജെനുവിൻ ചെയ്ത ഒന്നും മനസ്സിലാവും. ഈവൻ എനിക്ക് പോലും മനസ്സിലാവില്ല, നമുക്ക് ആർക്കും മനസ്സിലാവില്ല എന്താണ് ഫേക്ക് എന്താണ് റിയൽ പോലും. ഈവൻ ഞാൻ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പം നിങ്ങളിപ്പോൾ ഞാൻ ഇട്ടേക്ക് ഹുഡി കാണുന്നുണ്ടാവില്ല, ഞാൻ ഇതിൻ്റെ അടിയിലിട്ട് എന്താ കാണിച്ചു തരാം. ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടാണ് ഹുഡി ഇട്ടുകയാണ്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പാൻറ്റാണ് ഇട്ടുകയാണ്. അല്ല, ഞാൻ പാൻറ്റല്ല ഇട്ടേ, ഞാൻ പാൻറ്റല്ല, ഞാനിപ്പോൾ വീഡിയോക്ക് വേണ്ടി മാത്രമാണ് ഈ ഹുഡി ഇട്ടേ. ഞാൻ ഉള്ളിൽ വേറൊരു ടീഷർട്ട് ഇട്ടിരിക്കുന്നത് കണ്ടോ. ഇതാണ് സോഷ്യൽ മീഡിയ. ഇതാണ് ഞാൻ തികച്ചും പറയാൻ ഉദ്ദേശിച്ചത്. ഞാനൊരു പൊട്ടനാണോ അങ്ങനത്തെ, എൻ്റെ ലൈഫ് സ്റ്റൈലൊന്നല്ലേ കാണിച്ചത്. ഇതാണ് സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയ കാണുന്നതൊക്കെ ഫേക്ക് ആവാൻ ചാൻസ് ഉണ്ട്, അത് മനസ്സിലാക്കാം. അപ്പോൾ സോഷ്യൽ മീഡിയ കാണിക്കുന്ന പോലുള്ള ലൈഫ് സ്റ്റൈൽ നിങ്ങളുടെ ലൈഫിൽ അഡാപ്റ്റ് ചെയ്തോ, ചെയ്യണ്ടെന്ന് പറഞ്ഞില്ല. പക്ഷേ 100% അങ്ങനത്തെ ലൈഫ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. അതിപ്പോൾ ആരും കിട്ടൂല. സോഷ്യൽ മീഡിയ അവർ കാണിക്കുന്ന വരെ കുറേ അങ്ങനെ എഡിറ്റ് ചെയ്ത് ഇതാക്കുന്ന, സോ അത് മനസ്സിലായി. സോ ഒരു കമ്പാരിസൺ ട്രാപ്പ് പിന്നെ ബ്യൂട്ടിയിൽ അധികം കമ്പാരിസൺ ട്രാപ്പ് ഉണ്ടാകുന്ന ബ്യൂട്ടിയിലാണ്. സോഷ്യൽ മീഡിയ നമ്മളിപ്പോൾ ഒരു ബ്യൂട്ടി ഇൻഫ്ലുവൻസറിനെ കാണുന്ന സമയത്ത് അവനെ കാണാൻ നല്ല രസമുണ്ട്, ഇന്ന മാത്രം ഒരു രസമില്ല, എല്ലാവർക്കും അവരായിട്ട് ഇൻസെക്യൂരിറ്റി. അത് ഈ ബ്യൂട്ടി ഇൻഫ്ലുവൻസ്, ഞാൻ ഒരു ബ്യൂട്ടി വ്ളോഗേഴ്സിനെ ഇൻഫ്ലുവൻസിനെ ടാർഗറ്റ് ചെയ്യുക, ഡിഗ്രേഡ് ചെയ്തിട്ടല്ല പറയണത്. ബട്ട് അതിൽ ചില ആൾക്കാർ എന്ത് ചെയ്യും, നല്ലോണം ഫിൽറ്റർ ഇട്ടിട്ട് നല്ല മേക്കപ്പ് ഇട്ടിട്ട്, ലൈക്ക് മേക്കപ്പ് ഇട്ടാൽ കുഴപ്പമൊന്നുമില്ല, മേക്കപ്പ് ഇട്ട് അവർ എഡിറ്റൊക്കെ ചെയ്തിട്ടാണ് അവരെ മുഖം എന്ത് ചെയ്യുക സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുക. സോ അങ്ങനത്തെ ആൾക്കാർക്കാണ് നിങ്ങൾ കമ്പാരിസൺ ചെയ്യരുത്. സോ ഇതാണ് കമ്പാരിസൺ ട്രാപ്പ്. ഇനി അടുത്ത് നമുക്ക് നോക്കാം. പിന്നീട് ഏഴാമത്തൊന്ന് എസ്കേപ്പിസം. അപ്പം നിങ്ങൾ വിചാരിക്കും എസ്കേപ്പിസം ഒരു പാട്ടല്ലേ? യെസ്, ആ ഒരു പാട്ടുണ്ട്, ഞാൻ അടുക്ക കേൾക്കുന്നുണ്ട്. ബട്ട് എസ്കേപ്പിസം എന്താണെന്ന് വെച്ചാൽ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടൽ, ലൈക്ക് അത് നേരിടാതെ അതിൽ നിന്നും പിന്മാറൽ. ലൈക്ക് ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിലൊരു പ്രശ്നം വരികയാണെങ്കിൽ ആ പ്രശ്നം നേരിടാതെ അത് പിന്മാറിക്കൊണ്ട് നിങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടി നിങ്ങളെ തന്നെ വേറെ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യുമ്പോൾ, എക്സാമ്പിളായിട്ട് പറയാം ഗെയിമിങ്, ഫോൺ, അങ്ങനത്തെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യിപ്പിക്കുക. ലൈക്ക് എന്തുകൊണ്ട് നിങ്ങളുടെ വിഷമങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ ട്രോമ നിങ്ങൾ ഫേസ് ചെയ്യുക, അതിങ്ങനെ മറച്ച് വെച്ച് നിങ്ങളിങ്ങനെ ഡിപ്രസീവ് ആയിട്ടുള്ള ലൈഫ് ജീവിക്കുന്നു.
അതാണ് എസ്കേപ്പിസം. ഇത് ഞാൻ പറയാം, ഇത് 98% ആയിട്ടുള്ള ജെൻസി സൊസൈറ്റി ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ഒരു എസ്കേപ്പിസം. അവരുടെ ട്രോമ, അവരുടെ സങ്കടങ്ങൾ, അവരെന്തുകൊണ്ട് സങ്കടപ്പെടുന്നതെന്ന് പോലും ചിന്തിക്കാതെ അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്തിട്ട് ഈ ഒരു റിയൽ ലൈഫ്, റിയൽ ആയിട്ടുള്ള ഒരു ലോകത്ത് നിന്ന് എസ്കേപ്പ് ചെയ്ത് സോഷ്യൽ മീഡിയ എന്ന ഒരു ലോകത്തിലൂടെ പോവാം. അവിടെയാണ് കംഫർട്ട് കിട്ടുക, അവിടെ കംഫർട്ട്. റിയൽ വേൾഡിൽ നിന്നുള്ള പ്രശ്നം, ഒരു കാര്യം പറയട്ടെ, ചില പ്രശ്നങ്ങൾ നമ്മൾ മൈൻഡ് ചെയ്തു, പക്ഷെ ചില നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങൾ നമ്മൾ നേരിടണം. അപ്പം നമ്മളെ പറ്റിയുള്ള പ്രശ്നങ്ങളാണെങ്കിൽ നമ്മൾ തന്നെ ഹാൻഡിൽ ചെയ്തേ പറ്റൂ. അപ്പം നിങ്ങൾക്കിപ്പോൾ നിങ്ങളായിട്ടുള്ള പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങളത് ഹാൻഡിൽ ചെയ്യണം. അല്ലാതെ ആ ഒരു പ്രശ്നത്തെ പേടിച്ചുകൊണ്ട് പിന്മാറിക്കാനും പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് തേങ്ങക്കൊല വന്നാലും നിങ്ങൾ സ്റ്റെപ്പ് ഔട്ട് തന്നെ ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ പ്രശ്നങ്ങൾ വരാണെങ്കിൽ നേരിടണം. എങ്ങനെയാണ് കറക്റ്റ് രീതിയിൽ തന്നെ നേരിടണം. മിണ്ടാതിരിക്കുന്ന സമയത്ത് മിണ്ടാതെ നിൽക്കണം, സംസാരിക്കുന്ന സമയത്ത് സംസാരിക്കണം, അങ്ങനെ നേരിടണം. അതാ വേണ്ടിയത്. പിന്നെ അടുത്തതാണ് 8ാമത്തെ ആയിട്ടുള്ള കാര്യമാണ്. പിന്നീട് ഒന്നാണ് നോ ഫൈനാൻഷ്യൽ ലിറ്ററസി. ഈ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഒരു അറിവില്ല. പൈസ കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തീർക്കും. എന്ന് വെച്ചാൽ ഇങ്ങനെ ട്രെൻഡിന് പിന്നാലെ പോയിട്ട് പൈസ തീർക്കും. ഇപ്പോൾ ഒരു ട്രെൻഡ് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 1000 റുപ്പീസിൻ്റെ ഷൂസ് എല്ലാവരും വാങ്ങി, അതിപ്പോൾ ട്രെൻഡായി, അപ്പോൾ എനിക്കും വേണം, ഞാനും പൈസ കൊടുക്കും, എൻ്റെ 1000 ഉള്ളൂ, അത് കൊടുത്ത് വാങ്ങി. നിങ്ങളെ പൈസ ഹാൻഡിൽ ചെയ്യാനുള്ള രീതി. ഇപ്പം അധികം ജെൻസി ആയിട്ട് ആളുകൾക്ക് പോലും അവരെ ഫൈനാൻസ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുക, എങ്ങനെയാണ് അത് വർദ്ധിപ്പിക്കാന്ന് പോലും അറിയില്ല. അവരിങ്ങനെ എന്താണ് ട്രെൻഡിങ്, അതിന് വേണ്ടി സാധനം പൈസ കുറച്ച്. അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന 1/4 ആൾക്കാർ ടീനേജേഴ്സ് ആയിരിക്കും. ബട്ട് സ്റ്റിൽ ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പോക്കറ്റ് മണി ആയിട്ട് ഇപ്പോൾ ഒരു 500 കിട്ടുകയാണെങ്കിലോ, ഈവൻ അതൊരു 10 റുപ്പീസ് ആണെങ്കിൽ പോലും കുറച്ച് അതിൻ്റെ ഒരു ഹാഫ് നിങ്ങൾ മാറ്റി വെക്കണം. അതിപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഒരു കാര്യം, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 1000 റുപ്പീസ് ഞാൻ നിങ്ങൾക്ക് തന്നു, നിങ്ങളൊരു ടീനേജറാണ്. കാരണം നിങ്ങൾ ജോലിക്കൊന്നും പോക്കില്ല, നിങ്ങൾ ഒരു സ്റ്റുഡൻറ്റ് മാത്രമാണ്, അല്ലെങ്കിൽ ഹൈസ്കൂൾ മിഡിൽ സ്കൂൾ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. സോ നിങ്ങൾക്ക് ഞാൻ 1000 റുപ്പീസാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു 1000 റുപ്പീസ് ഹാഫ് ആകണം, സ്പ്ലിറ്റ് ചെയ്യണം. സ്പ്ലിറ്റ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 500 ആവും. ആ ഒരു 500 ഒരു 500 നിങ്ങൾ മാറ്റി വെക്കണം. എന്തിനാന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു അത്യാവശ്യം വേണ്ട സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടി. ബാക്കി 500 നിങ്ങൾക്ക് വേണ്ടി ദൂരത്തടിക്കാൻ വേണ്ടി മാറ്റിക്കണം. ദൂരത്തടിക്കാൻ മീൻസ് ഫുഡ് ആയാലും അങ്ങനത്തെ കാര്യത്തിന് ഈ 500 നിങ്ങൾ മാറ്റിക്കണം. കാരണം ചില സമയത്ത് പെട്ടെന്ന് നമുക്ക് പലതും ഉണ്ടാവും, ഓരോ പ്രോഗ്രാംസ്, അല്ലെങ്കിൽ ഇതിപ്പോൾ നിങ്ങളിപ്പോൾ ടീനേജേഴ്സ് ആയതുകൊണ്ട് സ്കിൻ കെയർ, ഒരു കാര്യം പറയും, സ്കിൻ കെയർ ഐറ്റംസ് എന്നത് ദൂരത്തടിക്കുന്ന സംഭവമല്ല, നമ്മൾ സ്കിന്നിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി. സോ അതിന് വേണ്ടിയാണ് പറഞ്ഞ പൈസ മാറ്റിക്കണം. സോ അങ്ങനെ നിങ്ങൾക്കായിട്ടുള്ളൊരു പേഴ്സണലി ഉള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി പൈസ മാറ്റിക്കണം. അത് നിങ്ങൾക്കുള്ള ആവശ്യത്തിന്, വീട്ടുകാർക്ക് വേണ്ട ആവശ്യത്തിനല്ല, നിങ്ങൾക്ക് വേണ്ടിയുള്ള ആവശ്യത്തിന് മാറ്റിക്കണം. അതുപോലെ ബാക്കി ഇത് നിങ്ങൾക്ക് തോന്നിയ പോലെ ചിലവഴിക്കാനും മാറ്റിക്കണം. പിന്നെ നിങ്ങളിപ്പോൾ ഒരു ജോലി ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പോൾ ചില ടീനേജേഴ്സ് ആയിട്ടുള്ള ആളുകളൊക്കെ ഷോപ്പിൽ പോയി പണിയെടുക്കും അല്ലേ. സോ അങ്ങനത്തെ ആളുകൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഞാൻ നേരത്തെ പറഞ്ഞത് അത് സ്പ്ലിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്കുള്ള ആവശ്യത്തിന് ദൂരത്തടിക്കാനും മാറ്റിക്കണം. കാരണം ഒരു മനുഷ്യർക്ക് എപ്പോഴാണ് അവരുടെ ആവശ്യം വരാമെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ നിങ്ങൾ ഫൈനാൻഷ്യൽ ലിറ്ററസി, കുറേ യൂട്യൂബിൽ അങ്ങനത്തെ വീഡിയോസ് വേണമെങ്കിൽ ഞാൻ ഫൈനാൻഷ്യൽ ലിറ്ററസിന് ബേസ് ആയിട്ട് ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാം. നോക്കട്ടെ, നിങ്ങൾ പറഞ്ഞാൽ ഞാൻ പോസ്റ്റ് ചെയ്യും, എനിക്ക് കുഴപ്പമൊന്നുമില്ല. സോ പോസ്റ്റ് ചെയ്യാം. ഓൾസോ എന്താണ് ഫൈനാൻഷ്യൽ ലിറ്ററസി എന്ന് നിങ്ങൾ പഠിക്കണം. കാരണം ഇതെന്നത് ഒരു ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സംഭവമാണ്. ഇത് സ്കൂളിൽ പഠിപ്പിച്ചു തരാത്ത സംഭവമാണ് ഈ ഫൈനാൻഷ്യൽ ലിറ്ററസി എന്നത്. ഈ ലിറ്ററസി നിങ്ങളായിട്ട് തന്നെ നിങ്ങൾ അന്വേഷിച്ച് പഠിക്കാൻ ഗൂഗിൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു AI ചോദിച്ചാൽ തന്നെ നല്ല വൃത്തിക്ക് പറഞ്ഞുതരാം എന്താണ് ഈ ഫൈനാൻഷ്യൽ ലിറ്ററസി എന്നത്. അങ്ങനെ ചോദിച്ച് മനസ്സിലാക്കും. കാരണം ഇത് നമ്മുടെ ജീവിതത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം. കാരണം പൈസ എന്നത് ഈ മരത്തിൽ കഴിക്കുന്ന സംഭവമല്ലല്ലോ, നീ കഷ്ടപ്പെട്ടാൽ കിട്ടുന്ന സംഭവമല്ല. ഒരിക്കലും അത് അനാവശ്യത്തിന് കൊണ്ടു കൊടുക്കരുത്. അനാവശ്യത്തിന് ചിലവാക്കാം, ബട്ട് ഒരു ലിമിറ്റ്, എല്ലാത്തിനും ലിമിറ്റ് വെക്കാം. സോ അതാണ് ഫൈനാൻസ് ലിറ്ററസി. സോ ഈ ഒരു ഫൈനാൻസ് ലിറ്ററസി ഇപ്പോഴുള്ള ജെൻസി ആയിട്ടുള്ള ആളുകൾക്കില്ല. കാരണം എല്ലാ ട്രെൻഡിനൊപ്പം പോയിട്ട് അത് വേണം, അവനക്ക് അതുണ്ടെങ്കിൽ എനിക്ക് അത് വേണം, അവൾക്ക് അതുണ്ടെങ്കിൽ ഇത് വേണം. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്ക് ഞാൻ പൈസ എടുത്ത് വാങ്ങും, ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഷർട്ട് ഞാൻ പൈസ എടുത്ത് വാങ്ങും, ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഹെയർ ജെൽ ഞാൻ പൈസ എടുത്ത് വാങ്ങും. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് നിർത്താം. സോ 9th എന്നത് പിന്നീടാണ് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. FOMO, ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. ഇതെന്നത് മറ്റുള്ളവർ ചെയ്യണം, എല്ലാം എനിക്ക് വേണം, മറ്റുള്ളവർ അത് ചെയ്തിട്ട് എനിക്കും അത് ചെയ്യണം, മറ്റുള്ളവർ ഇതിന് പോയിട്ട് എനിക്കും വേണം, മറ്റുള്ളവർ ചെയ്യുന്നത് അത് എനിക്ക് കിട്ടണം, മറ്റുള്ളവർ ഇതിട്ട് എനിക്കും അത് വേണം. എല്ലാവരും ചെയ്യണ പോലെ തന്നെ എനിക്ക് അതുപോലെ എനിക്ക് ഒരിക്കലും മറ്റൊരാളിൽ മിസ്സിങ് ഔട്ട് ആവണ്ട. കാരണം എനിക്ക് വേറൊരു വ്യക്തി ആവണ്ട, എനിക്ക് എല്ലാവരും ചെയ്യണ പോലെ തന്നെ ചെയ്യണം. അവരെന്താണ് ചെയ്യുന്നത് അത് ഞാൻ ചെയ്യണം, അവർ കിണറ്റി ചാടും ഞാനും കിണറ്റി ചാടും, അവരെന്താണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ചെയ്യണം. അതാണ് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. നിങ്ങൾക്ക് നിങ്ങളായിട്ടൊരു ഒപ്പീനിയൻ ഇല്ല, നിങ്ങളുടെ ഇഷ്ടത്തിനൊന്നും ചെയ്യണില്ല, മറ്റുള്ളവർ എന്താ ചെയ്യണേ അതും എനിക്ക് വേണം. ഇപ്പോൾ കുറേ പെൺകുട്ടികൾ ഒരു ലിപ്സ്റ്റിക്ക് വാങ്ങി, എനിക്ക് ആ ലിപ്സ്റ്റിക്ക് വേണം, കുറേ ആൺകുട്ടികൾ ഹെയർ ജെൽ വാങ്ങി, എനിക്ക് ഹെയർ ജെൽ വേണം. അതാണ് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. മറ്റുള്ളവർ ചെയ്തത് ഞാൻ ചെയ്യാതെ തന്നാൽ ഞാനും അവരിൽ നിന്ന് വ്യത്യാസം ഉണ്ടാക്കില്ല, അവർ ചെയ്യുന്ന പോലെ തന്നെ എനിക്ക് ചെയ്യണം, അവരിൽ ഒരാളായി മാറുന്നുള്ള ഒരു പേടിയാണ് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. ഇതെന്ന് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സംഭവം. കാരണം
ലൈക്ക് എല്ലാവരും ഇപ്പോൾ അത് ഒരു സംഭവം വാങ്ങി വിചാരിച്ച് നിങ്ങൾ വാങ്ങേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് ആവശ്യമുള്ള സംഭവമാണെങ്കിൽ മാത്രം വാങ്ങിയാൽ പോരെ. ഇപ്പോൾ എന്തിനാണ് ഇപ്പോൾ മറ്റുള്ളവരെ എല്ലാവരും ഇപ്പോൾ ഒരു ലക്ഷം ആളുകൾ ഇപ്പോൾ ഒരു സംഭവം വാങ്ങി വിചാരിച്ചിട്ട് നിങ്ങളത് വാങ്ങേണ്ടത് ആവശ്യമുണ്ടോ? ഇല്ല. കാരണം നിങ്ങൾക്ക് ആവശ്യമുള്ള മാത്രം നിങ്ങൾ വാങ്ങിയാൽ. സോ ലാസ്റ്റ് ബട്ട് നോട്ട് അറ്റ് ലീസ്റ്റ് നിങ്ങളെല്ലാവരും ചെയ്യുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ വിക്ടിം മെൻറ്റാലിറ്റി. നിങ്ങൾക്ക് മാത്രം പ്രശ്നം, എൻ്റെ ജീവിതത്തിൽ മാത്രം ഇങ്ങനെ പ്രശ്നം, എൻ്റെ വീട്ടുകാർ മാത്രം എൻ്റെ അടുത്ത് ഇങ്ങനെ, എൻ്റെ അടുത്ത് മാത്രം ആരും എൻ്റെ അടുത്ത് സംസാരം, എനിക്ക് മാത്രം ഇങ്ങനെ, മറ്റേ ആർക്കും ഇങ്ങനെ അല്ലല്ലോ, എനിക്ക് മാത്രം വിട്ടാന്ന് മറ്റാർക്കും ഇങ്ങനെ അല്ലല്ലോ. ഇതാണ് വിക്ടിം മെന്റാലിറ്റി. ലൈക്ക് നിങ്ങൾക്ക് എന്തൊരു പ്രശ്നം, ഒരു ചെറിയ പ്രശ്നമായാലും വലിയ പ്രശ്നമായ പോലും അത് നിങ്ങൾ എനിക്ക് മാത്രമേ ലൈക്ക് വിക്ടിം മെന്റാലിറ്റി. ലൈക്ക് എല്ലാവർക്കും പ്രശ്നം വരും, നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിനും എല്ലാവർക്കും പ്രശ്നം വരും. പക്ഷെ എന്ന് കരുതിയിട്ട് എല്ലാ സമയത്തും അയ്യോ എനിക്ക് മാത്രം, ഞാൻ എൻ്റെ അടുത്ത് അവർക്ക് നല്ല രീതിയിൽ സംസാരിച്ചു, ഞാൻ എന്താ ചെയ്യുക. ഫസ്റ്റ് ഓഫ് ഓൾ ലൈക്ക് കരയുന്നത് കുഴപ്പമില്ല, നമ്മളെ സങ്കടങ്ങൾ തീരാൻ നമ്മൾ കാര്യം. പക്ഷേ എല്ലാ സമയത്തും നമ്മളെപ്പോഴും വിക്ടിമാണ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിക്ടിം ആവുള്ളൂ. ഒരിക്കലും നമ്മൾ അങ്ങനെ കാണാൻ പാടില്ല. അതാ വേണ്ടി. ഒരിക്കലും നമ്മളൊരു വിക്ടിമായി കാണരുത്. ഒരിക്കലും വിക്ടിമായി കാണരുത്. കാരണം കുറേ ആൾക്കാർ വരും എനിക്ക് മാത്രം ഇങ്ങനെ, എൻ്റെ അടുത്ത് മാത്രം എനിക്ക് ലവ് കിട്ടില്ല, മറ്റേ ലവ് കിട്ടില്ല. ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. പക്ഷെ ഇപ്പോഴുള്ള ജെൻസി ആയിട്ടുള്ള എല്ലാവർക്കും വിക്ടിം മെന്റാലിറ്റി. അതും വിക്ടിം മെന്റാലിറ്റി ഇതാവുന്നത് കുറെ സോഷ്യൽ മീഡിയ കൊടുക്കും. കാരണം അങ്ങനത്തെ വിക്ടിം മെന്റാലിറ്റി ബേസ്ഡ് ആയിട്ടുള്ള കുറെ റീൽസ് ഇൻസ്റ്റാഗ്രാമിലും ടിക്ടോക്കിലും ഷോർട്സിലും. സോ ഇതുവരെ 10 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ആ 10 കാര്യങ്ങളാണ് നമ്മുടെ ഈ ജെൻസി സമൂഹത്തിന്, ഈ ജെൻസി ജനറേഷൻ റോട്ട് ചെയ്യുന്നത്. സോ നമുക്ക് ഇനി അടുത്ത ടോപ്പിക്കിൽ കൊടുക്കാം. എന്താണ് ഇനി അടുത്ത ടോപ്പിക്ക് നമുക്ക് നോക്കാം. അടുത്ത ടോപ്പിക് എന്നത് ഇത് പാർട്ട് 1 ആണ്. ഇത് ഞാൻ ഓരോ പാർട്ട് ബേസ്ഡ് ആയിട്ടായിരിക്കും ഈ വീഡിയോ ചെയ്യുന്നത്. സോ പാർട്ട് 1 10 കാര്യങ്ങൾ എന്തുകൊണ്ട് ജെൻസിനെ ഇതാക്കുന്നത് ഞാൻ പറയും. ഇനി അടുത്ത പാർട്ട് ഞാൻ ഉടനെ തന്നെ ഇടും. അതിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ അതിൽ തന്നെ പറയും. സോ നിങ്ങൾ അറിയില്ലെങ്കിൽ ഇറ്റ്സ് മീ സാമുവൽ ജേക്കബ്സൺ. സോ ഞാൻ മൈൻഡ് സെറ്റ് വെൽബീയിങ്സ് ആയിട്ടുള്ള വീഡിയോ മലയാളത്തിൽ ഇടാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഓൾറെഡി അങ്ങനത്തെ വീഡിയോ എടുത്തിട്ടുണ്ട്, റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ അങ്ങനത്തെ വീഡിയോസ് ആക്കി ഇടുക. എങ്ങനെയാണ് നമുക്ക് നമ്മുടെ മൈൻഡ് സെറ്റ് ഹൈ ലെവലിലോട്ട് എത്തിക്കുക, എങ്ങനെയാണ് നമ്മുടെ ജീവിതം സക്സസിലൂടെ കൊണ്ടെത്തിക്കുക മലയാളത്തിൽ പറഞ്ഞ നോക്കുമ്പോൾ നിങ്ങളെ മൈൻഡ് സെറ്റ് നല്ലൊരു ഹൈപ്പർ ലെവലിൽ എത്തിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ലൈക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ പാട്ടായി ഇടാൻ കാണും. ലൈക്ക് ഞാൻ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഓരോ കാര്യങ്ങൾ പറയാൻ. സോ അതിന് ലെങ്ത് എടുക്കും. കുറേ ലെങ്ത് എടുത്തു കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്യാനും പോസ്റ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. സോ ഞാൻ വിചാരിച്ചു ഇത് പാട്ടാക്കി ഇടാമെന്ന് വിചാരിച്ചു. അപ്പം നല്ലതല്ലേ പാട്ടാക്കി ഇടുന്നത്. സോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സോ ഒന്നുകൂടി ഇന്നത്തെ ഇൻട്രോഡ്യൂസ്, ഇറ്റ്സ് മീ സാമുവൽ ജേക്കബ്സൺ. സോ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണണം. സോ ബൈ.